ചുവടെയുള്ള രണ്ട് ചിത്രങ്ങളിലെയും സമചതുരങ്ങൾക്ക് ഒരേ വലിപ്പമാണ്. ചിത്രങ്ങളിലെ പച്ച ഭാഗങ്ങൾക്ക് ഒരേ പരപ്പളവാണെന്ന് തെളിയിക്കുക. ഈ രണ്ട് സമചതുരങ്ങൾക്കും ഒരേ വലിപ്പമാണ്. അതുകൊണ്ട് തന്നെ അവയുടെ പരപ്പളവുകൾ തുല്യമാണ്. രണ്ട് ചിത്രങ്ങളിലെയും പച്ച ഭാഗങ്ങൾക്ക് ഒരേ പരപ്പളവാണ് എന്നാണ് നാം തെളിയിക്കേണ്ടത്. ഒന്നാമത്തെ സമചതുരത്തിലെ പച്ച ഭാഗത്തിൻ്റെ പരപ്പളവ് ഈ സമചതുരത്തിൻ്റെ പരപ്പളവും ഈ 4 മഞ്ഞ വൃത്തഭാഗങ്ങളുടെ പരപ്പളവുകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസമാണ്. അതുപോലെ രണ്ടാമത്തെ ചിത്രത്തിലെ പച്ചഭാഗത്തിൻ്റെ പരപ്പളവ് ഈ സമചതുരത്തിൻ്റെ പരപ്പളവും ഈ മഞ്ഞ വൃത്തത്തിൻ്റെ പരപ്പളവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒന്നാമത്തെ ചിത്രത്തിൽ നിന്നും ഈ വൃത്തഭാഗത്തെ രണ്ടാമത്തെ ചിത്രത്തിൽ ഈ ഭാഗത്ത് വെക്കാം. അതേപോലെ ഈ വൃത്തഭാഗത്തെ അതിൻ്റെ താഴെയായി ചേർത്ത് വെക്കാം. ഇനി ഈ വൃത്തഭാഗത്തെ ഈ ഭാഗത്തേക്ക് ചേർത്ത് വെക്കാം. അതേപോലെ നാലാമത്തെ വൃത്തഭാഗത്തെ ഇവിടെ ചേർത്ത് വെക്കാം. ഒന്നാമത്തെ ചിത്രത്തിലെ 4 വൃത്തഭാഗങ്ങളും മറ്റൊരു തരത്തിൽ ക്രമീകരിച്ചപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിലെ വൃത്തം കിട്ടി. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ചിത്രത്തിലെ 4 മഞ്ഞ വൃത്തഭാഗങ്ങളുടെ പരപ്പളവും ഈ വൃത്തത്തിൻ്റെ പരപ്പളവും തുല്യമാണ്. ഒന്നാമത്തെ ചിത്രത്തിലെ പച്ചഭാഗത്തിൻ്റെ പരപ്പളവ് സമചതുരത്തിൻ്റെ പരപ്പളവും 4 വൃത്തഭാഗങ്ങളുടെ പരപ്പളവുകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസമാണ്. രണ്ടാമത്തെ ചിത്രത്തിലെ പച്ചഭാഗത്തിൻ്റെ പരപ്പളവ് സമചതുരത്തിൻ്റെ പരപ്പളവും ഈ വൃത്തത്തിൻ്റെ പരപ്പളവും തമ്മിലുള്ള വ്യത്യാസമാണ്. രണ്ട് ചിത്രങ്ങളിലെയും സമചതുരങ്ങൾക്ക് ഒരേ പരപ്പളവാണെന്ന് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിലെ 4 വൃത്തഭാഗങ്ങൾ മറ്റൊരു തരത്തിൽ ക്രമീകരിച്ചപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിലെ വൃത്തം കിട്ടി. അതായത് അവയ്ക്ക് രണ്ടിനും ഒരേ പരപ്പളവാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ചിത്രങ്ങളിലെയും പച്ചഭാഗങ്ങൾക്കും ഒരേ പരപ്പളവായിരിക്കും.